ഇനി നമുക്ക് ജർമ്മനിക്ക് ഒരു ജോബ് ഓഫർ പോലും ഇല്ലാണ്ട് പോകാൻ പറ്റും. വെറുതെ അങ്ങോട്ട് പോകാൻ മാത്രമല്ല, അവിടെ പോയിട്ട് ഒരു ജോലി ചെയ്യാനും അതുപോലെ തന്നെ അവിടെ താമസിക്കാനും ഒക്കെ പറ്റും. ഒരു വർഷം വരെ നമുക്ക് ഈ ഒരു വിസയിൽ അവിടെ നിൽക്കാനും അത് കഴിഞ്ഞിട്ട് ഒരു പെർമനൻറ്റ് റെസിഡൻസിന്, ഒരു സ്ഥിരതാമസത്തിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്താണെന്ന് നോക്കാം. ലോകത്ത് ഏറ്റവും അധികം തൊഴിലവസരങ്ങളൊക്കെ തുറന്നിട്ടിരിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഈ ഒരു ജർമ്മനി എന്ന് പറയുന്നത്. ഓരോ വർഷം ഒരുപാട് ആൾക്കാരാണ് ആ ഒരു രാജ്യത്തേക്ക്, ജർമ്മനി പറഞ്ഞ രാജ്യത്തേക്ക് ഇമിഗ്രേറ്റ് ചെയ്യണത്. പക്ഷെ എന്നാലും തൊഴിലാളിക്ഷാമം നേരിടുന്ന ഒരു രാജ്യമാണ് ഈ ഒരു ജർമ്മനി എന്ന് പറയുന്നത്. ഏകദേശം 4 ലക്ഷത്തോളം ഒഴിവുകൾ, 4 ലക്ഷത്തോളം തൊഴിലാളികളെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രശ്നം കാരണം, ഈ ഒരു തൊഴിലാളിക്ഷാമം കാരണം ജർമ്മൻ ഗവൺമെൻറ് ജർമ്മനി അവതരിപ്പിച്ച പുതിയൊരു പ്രോഗ്രാമാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത്. ഈ ഒരു വിസയിൽ ആർക്കൊക്കെ പോകാൻ പറ്റും, ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ ജോലികളാണ് നമുക്ക് ഈ ഒരു